ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ അധ്യായം സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആദ്യ 14 ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് 15, 16 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിഐദി സഫറ കിറാമിൻ ബററ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ കാര്യം, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അത് ഏറ്റവും ആദരണീയമായ ഏടുകളിൽ ആണ് ഉള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഏടുകളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വിശേഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു അത് ഏറ്റവും ഉയർത്തപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഉന്നതമാക്കപ്പെട്ടതാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാണ് എന്നൊക്കെ. ആ സുഹുഫിനെ, അതായത് ഏടുകളെ വിശേഷിപ്പിച്ചുകൊണ്ട് ആദരണീയമാക്കപ്പെട്ടതാണ് എന്നും ഉന്നതമാക്കപ്പെട്ടതാണ് എന്നും പരിശുദ്ധമാക്കപ്പെട്ടതാണ് എന്നും 3 വിശേഷണങ്ങൾ പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് അതേ സുഹുഫിനെക്കുറിച്ച് തന്നെയാണ് ഇനിയും പറയുന്നത്. ബി ഐദി സഫറ എന്ന് 15-ാമത്തെ ആയത്തിൽ. ബി ഐദി, യദുൻ എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം. നമ്മുടെയൊക്കെ കൈയിന് യദ് എന്നാണ് പറയുക, കൈ. യദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം ഐദ് അല്ലെങ്കിൽ അയാദി എന്നൊക്കെ പറയും, ഐദി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഐദി എന്ന് പറഞ്ഞാൽ ബഹുവചന രൂപമാണ്. അതിൻ്റെ തുടക്കത്തിൽ ബി ചേർന്നാൽ കൊണ്ട് അല്ലെങ്കിൽ ഇൽ എന്നർത്ഥം കിട്ടും. ഐദ് കൈകൾ, അതിൻ്റെ തുടക്കത്തിൽ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൈകൾ കൊണ്ട് എന്നോ കൈകളിൽ എന്നോ 2 രൂപത്തിലും അർത്ഥം കൊടുക്കാം. ഒന്നുകിൽ കൈകൾ കൊണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കൈകളിൽ എന്ന് പറയാം. ബി ഐദി. സഫറത്തിൻ, സഫറ അല്ലെങ്കിൽ സഫറത്തിൻ എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകർ എന്നർത്ഥമുണ്ട്, എഴുത്തുകാർ എന്നർത്ഥമുണ്ട്, വെളിവാക്കുന്നവർ എന്നർത്ഥമുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. സഫറ എന്ന് പറഞ്ഞ പദം സാഫിർ എന്ന പദത്തിൻ്റെ ബഹുവചന രൂപമാണ്. സാഫിറുൻ എന്നുള്ളതിൻ്റെ ജംആണ്, ബഹുവചനമാണ് സഫറ. ഏതുപോലെ കാഫിർ എന്നുള്ളതിൻ്റെ ഒരു ബഹുവചനം കഫറ എന്നുണ്ടല്ലോ, കാഫിറൂൻ എന്നുണ്ട്. മറ്റൊരു ബഹുവചനമായിട്ട് കഫറ എന്നുണ്ടല്ലോ, കാഫിർ, കഫറ. അതേപോലെ സാഫിർ, സഫറ, ആ രൂപത്തിൽ. ബി ഐദി സഫറ. സഫറ എന്നുള്ളതിന് നമുക്കിവിടെ സന്ദേശവാഹകർ എന്ന അർത്ഥം കൊടുക്കാം. ഇനി എഴുത്തുകാർ എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ആ എഴുത്തുകാരെ ഉദ്ദേശിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സ്വഹാബിമാരാണ് എന്നും ഖാരികളാണ് എന്നൊക്കെ അതിന് വിശദീകരണം വന്നിട്ടുണ്ട്. ഏതായാലും ബി ഐദി സഫറ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ സന്ദേശവാഹകരുടെ കൈകളിൽ എന്നോ അല്ലെങ്കിൽ സന്ദേശവാഹകരുടെ കൈകൾ കൊണ്ട് എന്നോ അങ്ങനെ അർത്ഥം കൊടുക്കാം. വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് പോവാം. കിറാമിൻ ബററ. കിറാം, കരീമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കിറാം. കരീം അർത്ഥം നമുക്കറിയാം, മാന്യൻ. അതിൻ്റെ ബഹുവചനമാണ് കിറാം, മാന്യന്മാർ. ബററ. ബററ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർ അല്ലെങ്കിൽ വിശുദ്ധർ എന്നൊക്കെയാണ് അർത്ഥം. അത് ബാറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് 1-2 ക്ലാസ്സുകളിൽ നമ്മൾ മറ്റ് സൂറത്തുകൾ എടുത്ത സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്.
അതായത് അറബി ഭാഷയിലെ 3 പദങ്ങൾ ബർറ്, ബിറ്, ബുറ്. ബറുൻ എന്ന് പറഞ്ഞാൽ കര എന്നർത്ഥം, ബിറ് എന്ന് പറഞ്ഞാൽ പുണ്യം എന്നർത്ഥം, ബുറ് എന്ന് പറഞ്ഞാൽ ധാന്യം അല്ലെങ്കിൽ ഗോതമ്പ് എന്നർത്ഥം. ഇതിൽ ബിറുൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പുണ്യം എന്നാണല്ലോ. അതിൻ്റെ ഫായിൽ രൂപം ശരിക്കും വരേണ്ടത്, ഇസ്മു ഫായിൽ വരേണ്ടത് ബാറുൻ എന്നാണ്. ബാറുൻ. എന്നാൽ അറബിയിൽ കൂടുതലും ഉപയോഗിച്ച് കാണുന്നത് ബറുൻ എന്ന രൂപത്തിലാണ്. ബാറുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പുണ്യം ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ. അതാണ് ഇസ്മു ഫായിൽ. ഈ ബറുൻ എന്നത് അപ്പോൾ ഒന്നുകിൽ ബിറ് എന്നതിൻ്റെ ഫായിൽ രൂപത്തിൽ വരാം, അതല്ല കര എന്ന അർത്ഥത്തിലും വരാം. അപ്പോൾ നമ്മൾ ബറ് എന്ന പദം കണ്ടു കഴിഞ്ഞാൽ ഈ ബറ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ നേരെ പെട്ടെന്ന് കര എന്ന് പറയാൻ പറ്റൂല. ബറുൻ എന്നുള്ളതിന് കര എന്നർത്ഥമുണ്ട്. ബിറുൻ എന്നുള്ളതിൻ്റെ ഇസ്മ ഫായിലായിട്ടും വന്നിട്ടുണ്ടാവാം. ബിറ് എന്നുള്ളതിൻ്റെ ഇസ്മ ഫായിലാകുമ്പോൾ പുണ്യം ചെയ്യുന്നവൻ എന്നാണ്. ബറുൻ എന്നൊരു പദം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ അർത്ഥം പുണ്യം ചെയ്യുന്നവൻ എന്നാവാം, അല്ലെങ്കിൽ കര എന്നാവാം. ഇനി ഈ ബാറുൻ എന്ന പദം നമ്മൾ പറഞ്ഞു അതതിൻ്റെ ഇസ്മ ഫായിലാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെയൊക്കെ ബഹുവചന രൂപം അല്ലെങ്കിൽ ബാറുൻ അല്ലെങ്കിൽ ബറുൻ, പുണ്യം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ബറ്, അതേപോലെ തന്നെ ബാറ്, ഇവയുടെ ബഹുവചന രൂപം അബ്റാർ എന്നോ ബററ എന്നോ ആണ്. രണ്ടും ആവാം. ഒന്നുകിൽ ബററ അല്ലെങ്കിൽ അബ്റാർ, ഈ 2 ബഹുവചന രൂപങ്ങളും വരാം. കര എന്ന അർത്ഥത്തിൽ വരുന്ന ബറ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ബഹുവചനം ബുറൂർ എന്നാണ് വരിക. ശരി, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് കൂടുതൽ ഇവിടെ അതിന് സമയം ചിലവാക്കുന്നില്ല. അപ്പോൾ ഇവിടെ ബററ എന്ന് വന്നിട്ടുണ്ട്. ഇത് ബാറുൻ എന്നുള്ളതിൻ്റെ, പുണ്യം ചെയ്യുന്നവൻ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണ് ബററ, അല്ലെങ്കിൽ ബറ് എന്നുള്ളതിൻ്റെ ബഹുവചനം. ബറ് എന്ന് പറയുമ്പോൾ കര എന്നർത്ഥത്തിലല്ല, പുണ്യം ചെയ്യുന്നവൻ എന്നർത്ഥത്തിലുള്ള ബറ്, അതിൻ്റെ ബഹുവചന രൂപമാണ് എന്ന് പറയാം ബററ എന്നുള്ളത്. ഇനി ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ കിറാമിം ബററ, മാന്യന്മാരായ പുണ്യവാന്മാർ, വിശുദ്ധന്മാർ, വിശുദ്ധർ. അപ്പോൾ മാന്യന്മാരുമാണ് വിശുദ്ധരുമാണ്. എന്താണ് ഇപ്പോൾ ഈ 2 ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒന്നിച്ചുള്ള കാര്യങ്ങൾ? തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയത്തിലേക്ക് ഇതിനെ ചേർത്ത് മനസ്സിലാക്കണം, അപ്പോഴത് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അത് ഏടുകളിലാണ്. ആ ഏടുകളുടെ വിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കി. ആദരിക്കപ്പെട്ടതെന്നും ഉന്നതമാക്കപ്പെട്ടത്, ഉയർത്തപ്പെട്ടതെന്നും പരിശുദ്ധമാക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ബി ഐദി സഫറ എന്ന്. അത് സന്ദേശവാഹകരുടെ കൈകളിലാണ്, അല്ലെങ്കിൽ സന്ദേശവാഹകരുടെ കൈകൾ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാണ്. തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ പരിശുദ്ധമാക്കപ്പെട്ടത്, ഉയർത്തപ്പെട്ടതെന്നൊക്കെ. അപ്പോൾ സന്ദേശവാഹകരുടെ കൈകൾ കൊണ്ട് ഉയർത്തപ്പെട്ടതാണ് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയാം, സന്ദേശവാഹകരുടെ കൈകൾ കൊണ്ട്. മാത്രമല്ല വീണ്ടും ഈ സന്ദേശവാഹകരെ വിശേഷിപ്പിക്കുകയാണ് അടുത്ത 16-ാമത്തെ ആയത്തിൽ കിറാമിൻ ബററ എന്ന് പറഞ്ഞിട്ട്. ആരാണ് ഈ സന്ദേശവാഹകർ? കിറാമിൻ, മാന്യന്മാരായവരാണ്. ബററ, വിശുദ്ധന്മാരാണ്, പുണ്യവാന്മാരാണ്. ഇതൊക്കെ ആ ഒരു സഫറ എന്ന പദത്തിനെ വിശേഷിപ്പിക്കുകയാണ് കിറാമ് കൊണ്ടും ബററ കൊണ്ടും. സഫറ എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകർ അല്ലെങ്കിൽ എഴുത്തുകാർ. അപ്പോൾ സന്ദേശവാഹകരെ വിശേഷിപ്പിക്കുകയാണ്. ആ സന്ദേശവാഹകർ അല്ലെങ്കിൽ ആ എഴുത്തുകാർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മലക്കുകളാവാം. എഴുത്തുകാർ എന്നുള്ളത് മലക്കുകൾ എന്നുള്ള ഉദ്ദേശത്തിൽ അവരെ ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന എഴുത്തുകാർ എന്നും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സൂചിപ്പിച്ചു അത്. ശരി, അപ്പോൾ ആ മലക്കുകളുടെ പ്രത്യേകതയാണ് കിറാം, അവർ മാന്യന്മാരാണ്. മാത്രവുമല്ല ബററ, അവർ പുണ്യവാന്മാരാണ്, വിശുദ്ധരാണ് എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും ഇന്ന് നമ്മൾ പഠിച്ച 2 ആയത്തിലും പറയുന്നത് ആ സുഹുഫിനെ കുറിച്ച് തന്നെയാണ്. ആ സുഹുഫ് ഏറ്റവും
ആദരണീയരായ ആദരിക്കപ്പെട്ട രൂപത്തിലാണ് ഉള്ളത് എന്ന് മാത്രമല്ല, പിന്നീട് അത് എഴുത്തുകാരുടെ അല്ലെങ്കിൽ സന്ദേശവാഹകരുടെ കൈകളിൽ. ആരാണ് ഈ സന്ദേശവാഹകർ? യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. സന്ദേശവാഹകർ എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അത് മലക്കുകളാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഈ സന്ദേശം പ്രവാചകന്മാരിലേക്ക് അല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുന്നത് മലക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് സന്ദേശവാഹകരുടെ കൈകളിലാണ്, മലക്കുകളുടെ കൈകളിലാണ് എന്നുള്ള കാര്യം വ്യക്തം. ഇനി എഴുത്തുകാരുടെ എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ മലക്കുകളെക്കുറിച്ച് തന്നെയാണ് പലപ്പോഴും എഴുത്തുകാർ എന്ന് പറയാറുള്ളത് പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ ആ എഴുത്തുകാരുടെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ കൈകളിലാണ്. പക്ഷെ ചില മുഫസ്സിരീങ്ങൾ എഴുത്തുകാർ എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതി വെച്ചിരുന്ന എഴുത്തുകാർ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത അർത്ഥങ്ങളൊക്കെ പല ഈ ഒരു സഫറ എന്നുള്ള പദത്തിന് കൊടുത്തിട്ടുണ്ട്. സ്വഹാബിമാരാണ് എന്നും ഖാരികളാണ് എന്നും അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതും കൂടുതൽ യോജിച്ചതുമായി തോന്നുന്നത് സന്ദേശവാഹകർ എന്നുള്ള അർത്ഥം കൊടുക്കുന്നതാണ്. അപ്പോൾ സന്ദേശവാഹകരുടെ കൈകളാൽ വിശുദ്ധമാക്കപ്പെട്ട ഏടുകളിലാണ് ഇവയുള്ളത്. അപ്പോൾ ഈ സന്ദേശവാഹകരുടെ കൈകളാൽ വിശുദ്ധമാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അവർ കഴിഞ്ഞ സൂറത്തിലോ മറ്റോ നമ്മൾ പറഞ്ഞിട്ടുണ്ടത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഒരു സന്ദേശം വഹിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് അത് പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്ന സമയത്ത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തൊഴിവാക്കുകയോ അത് മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചോർത്തി കൊടുക്കുകയോ ഒന്നും ചെയ്യൂല. അവരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞ പണി അങ്ങോട്ട് എടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായ രൂപത്തിലാണ് അത് എത്തുക. കാരണം അവർ മാന്യന്മാരാണ്. ആ മാന്യത വിട്ടുകൊണ്ടുള്ളതൊന്നും ചെയ്യാൻ അവർക്ക് കഴിയൂല, അവരത് ചെയ്യൂല. അവർ മാന്യന്മാരാണ്. കിറാം, കരീം എന്നുള്ളതിൻ്റെ ബഹുവചനം. മാന്യന്മാരാണ് അവർ, മലക്കുകൾ. അവർ പുണ്യവാന്മാരാണ്, വിശുദ്ധരാണ്. അവർക്ക് ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർ പുണ്യവാന്മാരാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം. വിശദീകരണം ഇത്രയേ ഉള്ളൂ. തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ സുഹഫിൻ്റെ കാര്യം തന്നെ അല്ലെങ്കിൽ ഏടുകളുടെ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് സന്ദേശവാഹകരുടെ കൈകളിൽ ആണ് എന്നോ അല്ലെങ്കിൽ സന്ദേശവാഹകരുടെ കൈകൾ കൊണ്ടാണ് അത് ആ തരത്തിൽ മഹത്വമാക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിന് യാതൊന്നും കലർപ്പൊന്നും ചേരാതിരിക്കാൻ വേണ്ടി, അതിൽ യാതൊരു തരത്തിലുള്ള മായവും ചേരാതിരിക്കാൻ വേണ്ടി അത് കൊടുത്തിരിക്കുന്നത് ഈ മലക്കുകളുടെ കൈകളിലാണ്. അതുകൊണ്ട് പിന്നെ അതിനകത്ത് യാതൊന്നും ഒരു തെറ്റും അതിനകത്ത് സംഭവിക്കൂല, അതിനകത്ത് യാതൊരു മായവും കലരൂല. കാരണം മലക്കുകളുടെ കൈകളിലേ അത് കൊടുത്തിട്ടുള്ളൂ, മറ്റാരെയും അത് ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടത് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട രൂപത്തിലാണ്, അത് ഏറ്റവും ഉന്നതമാക്കപ്പെട്ട രൂപത്തിലാണ്, അത് ഏറ്റവും ആദരണീയമാക്കപ്പെട്ട രൂപത്തിലാണ് മലക്കുകളുടെ കൈകളിൽ മാത്രം കൊടുത്തതുകൊണ്ട്. ബി ഐദി സഫറ, സന്ദേശവാഹകരുടെ കൈകളിൽ ആണ് അതുള്ളത്, അല്ലെങ്കിൽ സന്ദേശവാഹകരുടെ കൈകൾ കൊണ്ടാണ് അത് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ മഹത്വമാക്കപ്പെട്ടിട്ടുള്ളത്. ആ സന്ദേശവാഹകരുടെ പ്രത്യേകത അവർ കിറാം, മാന്യന്മാരാണ്, ബററ, പുണ്യവാന്മാരാണ്. നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ബി ഐദി സഫറ എന്ന് പറയുമ്പോൾ സഫറത്തിൻ എന്നുണ്ട്. കഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കാനുള്ളത്. സഫറത്തിൻ, അവിടെ ഒരു ഹാത്ത കണ്ടില്ലേ അവസാനം. പാരായണം അവിടെ നിർത്തുകയാണെങ്കിൽ സഫറ, ആ താഇനെ ചെറിയൊരു ഹ് എന്നുള്ള ശബ്ദത്തിൽ, ഹാഇന് സുക്കൂന് കൊടുക്കുന്ന ശബ്ദത്തിലാണ് നിർത്തേണ്ടത്. സഫറ എന്ന് അപ്പോൾ പറയാം. എന്നാൽ പാരായണം നിർത്തുന്നില്ല, അടുത്ത ആയത്തിലേക്ക് ഇത് ചേർത്തി ഓതുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ സഫറത്തിൻ എന്ന് പറയണമല്ലോ. അങ്ങനെ സഫറത്തിൻ എന്ന് പറയുമ്പോൾ അടുത്ത ആയത്തിലെ ആദ്യ അക്ഷരം കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ നിയമം വരും. ഏത് നിയമമാണ്? തൊട്ടടുത്ത ആയത്തിൻ്റെ ആദ്യ അക്ഷരം കാഫാണ്. അപ്പോൾ കാഫിൻ്റെ മുമ്പ് തൻവീൻ, സഫറത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീൻ, അതിനുശേഷം വരുന്ന ആദ്യ അക്ഷരം കാഫ്. അപ്പോൾ കാഫിൻ്റെ മുമ്പ് തൻവീൻ.
കാഫിൻ്റെ മുമ്പ് തെൻവീന് വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാ ചെയ്യണമെന്നാണ് നിയമം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. എന്തിനെ? ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ. സഫറത്തിൻ എന്ന് പറയുമ്പോൾ ഒരു നൂന് വരുമല്ലോ, ആ നൂനിനെ വ്യക്തമാക്കാൻ പാടില്ല, മറച്ച് വെക്കണം. എന്നിട്ട് മണിക്കുകയും വേണം. മണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് വെക്കുക. അപ്പോൾ എങ്ങനെ പാരായണം ചെയ്യാം? സഫറത്തിൻ കിറാം, അങ്ങനെ സഫറത്തിൻ കി, സഫറത്തിൻ എന്ന് നേരിട്ട് എൻ എന്നുള്ള ശബ്ദം പുറത്ത് കേൾക്കാതെ സഫറത്തിൻ കിറാമിൻ, അങ്ങനെയാണ് ഓതിപ്പോവുക. ഇനി അടുത്ത ആയത്ത്, ഇവിടെ ഈ സഫറത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനും ശ്രദ്ധിക്കുക. അവിടെ കണ്ടില്ലേ, ആ സഫറത്തിൻ എന്നുള്ളതിൻ്റെ തെൻവീൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നൊന്നിൻ്റെ താഴെ കൃത്യമാക്കിയിട്ടല്ലല്ലോ, കുറച്ച് തെറ്റിച്ചിട്ടല്ലേ. അപ്പോഴേ മനസ്സിലാക്കാം, അത് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സഫറത്തിൻ എന്നവിടെ പറയുന്ന സമയത്ത് ആ താഇൻ്റെ തെൻവീന് കൃത്യമായി പറയില്ല, നൂനിനെ വെളിവാക്കി പറയാൻ പാടില്ല എന്നാണ് ആ തെൻവീന് അങ്ങനെ കുറച്ച് തെറ്റിച്ച് ഇട്ടതിൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിച്ച പറഞ്ഞ അതേ കാര്യം. അടുത്ത ആയത്ത് കിറാമിൻ ബററ. കിറാമിൻ എന്ന് മീമിന് തെൻവീനുണ്ട്, പക്ഷേ അവിടെ മീമിന് തെൻവീൻ ഇട്ടിട്ടുണ്ടാവും? ഉണ്ടാവില്ല. ഒരു കെസ്റൂട്ടുണ്ടാവും, പിന്നെ ഒരു ചെറിയൊരു വാല് താഴത്തേക്കാക്കി ഒരു മീമൂട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ മുത്തഹറ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിറാമിൻ എന്നവിടെ തെൻവീൻ ഇടേണ്ട സ്ഥാനത്ത് കിറാമി എന്ന് മാത്രമാണ് എഴുതിയത്, പിന്നെ ഒരു മീമ കൊടുത്ത്. എന്ന് പറഞ്ഞാൽ കിറാമിം എന്നാണ് അർത്ഥം പോകേണ്ടതെന്ന് അർത്ഥം, അല്ല ഉച്ചാരണം പോകേണ്ടത്. അവിടെയുള്ള തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. എന്താണ് ആ നിയമത്തിന് പേര് പറയാം? ഇഖ്ലാബ്. എപ്പോഴാണ് ഈ നിയമം വരിക? ബാഇൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ, അല്ലെങ്കിൽ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ. ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ നിയമം വരിക. ബാ എന്ന അക്ഷരത്തിൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വരുമ്പോഴാണ് ഈ നിയമം വരിക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ബററ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബാ ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പാണല്ലോ ഈ തൻവീൻ വന്നത്. അപ്പോൾ അങ്ങനെ തൻവീൻ വരുമ്പോൾ തൻവീൻ മുഴുവനാക്കി എഴുതൂല. തൻവീൻ മുഴുവനാക്കി എഴുതിയാൽ അപ്പോൾ കിറാമിൻ എന്നുള്ള രൂപത്തിലേക്ക് മണിച്ചിട്ടോ മണിക്കാതെയോ അവ്യക്തമാക്കിയിട്ടോ ഒക്കെ പോകണം എന്നുള്ള ഉദ്ദേശമല്ലേ വരിക. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ നൂനിൻ്റെ ശബ്ദം തന്നെ വരരുത്, അവിടെ മീമിൻ്റെ ശബ്ദമാണ് വരേണ്ടത്. തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമാക്കണം എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രൂപത്തിൽ ഒരു മീമ് വാല് താഴത്തേക്കാക്കിയ രൂപത്തിൽ ഉസ്മാനി ലിപിയിലൊക്കെ എഴുതുന്നത്. അപ്പോൾ കിറാമിയ ബററ, കിറാമിം ബററ. കിറാമിം എന്ന് പരിപൂർണമായ ഇൽഹാറോട് കൂടിയുള്ള മീമല്ല കേട്ടോ പറയേണ്ടത്. കിറാമിം എന്ന് തുടക്കത്തിൽ തന്നെ ചുണ്ട് കൂട്ടിയിട്ട് മിം എന്ന രൂപത്തിലേക്ക് പോവാതെ തുടക്കത്തിൽ ചുണ്ടിൻ്റെ ഇടയിൽ ചെറിയൊരു വിടവ് കൊടുത്തിട്ട് ബാ പറഞ്ഞ സമയത്ത് ചുണ്ട് മുഴുവനായിട്ട് കൂട്ടുക. അപ്പോൾ കിറാമിം ബററ, കിറാമിം ബററ. മീമ് തന്നെയാണ് പറയണത്, എന്നാൽ ശരിക്ക് ആണ് മീമായിട്ട് പരിപൂർണമായ രൂപത്തിലുള്ള മീമാക്കിയിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ ആണ് ഉച്ചരിക്കാൻ നല്ലത്. കഴിയുമെങ്കിൽ ആ തരത്തിൽ തന്നെ ഉച്ചരിച്ച് ശീലിക്കുക. കിറാമിം ബററ. ഇനി ബററത്തിൻ എന്നാണ്, ബററത്തിൻ എന്നാണ്. ബററ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തിൻ എന്നുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഹാത്ത ആയതുകൊണ്ട് അതിനെ പാരായണം അവിടെ നിർത്തുകയാണെങ്കിൽ സുക്കൂനുള്ള രൂപത്തിൽ നിർത്തുക, ഹാഇന് സുക്കൂനുള്ള രൂപത്തിൽ നിർത്തുക. അതല്ല പാരായണം തുടരുകയാണെങ്കിൽ തിൻ എന്ന് ഉച്ചരിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ അടുത്ത അക്ഷരം കൂടെ നോക്കിയിട്ട് നിയമം മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ഹാഇന് സുക്കൂന് കൊടുക്കുന്ന രൂപത്തിൽ ബററ ബററ എന്ന രൂപത്തിലാണ് നിർത്തുക. അടുത്ത ആയത്തിലേക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഖാഫാണ്. അപ്പോൾ ഖാഫിൻ്റെ മുമ്പ് തൻവീന് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ബററത്തേ കുത്തില, ബററത്തേ കുത്തില എന്നുള്ള രൂപത്തിലാണ് കൂട്ടി പാരായണം ചെയ്യുകയാണെങ്കിൽ വരിക. നമുക്കിനി ഇതിൽ ഈ രണ്ട് ആയത്തുകളിൽ വന്ന ഗ്രാമർ നോക്കാം. ഗ്രാമർ നോക്കുമ്പോൾ ഒന്ന് ബി ഐദി സഫറ എന്നുള്ള സ്ഥലത്ത് ഐദി കൈകൾ കൊണ്ട്, സഫറ സന്ദേശവാഹകരുടെ. അപ്പോൾ സന്ദേശവാഹകരുടെ കൈകൾ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി എന്നുള്ള രൂപത്തിലേക്ക് പോകും. ഐദ് കൈകൾ, സഫറ സന്ദേശവാഹകർ, സന്ദേശവാഹകരുടെ കൈകൾ. ഒന്നിൻ്റെ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ മുലാഫിൻ ഇലൈഹി എന്നുള്ള രൂപത്തിലേക്കാണ് പോവുക. അപ്പോൾ ഐദ് എന്താണ്? മുലാഫാണ്. സഫറ മുലാഫിൻ ഇലൈഹിയാണ്.
അതായത് സഫറയിലേക്കാണ് ഇതിനെ ചേർത്തത്. അങ്ങനെയാവുമ്പോൾ ഈ മുലാഫിൻ ഇലേഹിക്ക് രണ്ടാമതായിട്ട് എഴുതുന്ന പദം ഉണ്ടല്ലോ സഫറ, ആ മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ജറായിരിക്കും കിട്ടുക. ഇവിടെ കണ്ടില്ലേ കസ്ർ തൻവീനാണ് ഇട്ടത്, ജറിൻ്റെ രൂപത്തിൽ ജറാണല്ലോ അത്, കസ്ർ തൻവീന് വന്നു സഫറ. അപ്പോൾ എന്തുകൊണ്ടാണ് സഫറക്ക് സഫറത്തിൻ എന്ന് കസ്ർ തൻവീന് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുലാഫിൻ ഇലേഹി ആയതുകൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ സഫറയെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ സഫറയുടെ രൂപം കിട്ടണമെന്ന് നമുക്കറിയാം, ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഫറയെ വിശേഷിപ്പിക്കുന്ന പദമാണ് കിറാമും ബററയും ഒക്കെ. കിറാം എന്നുള്ള പദം സഫറയെ വിശേഷിപ്പിക്കുകയാണ്, സന്ദേശവാഹകരെ വിശേഷിപ്പിക്കുകയാണ്. ആ സന്ദേശവാഹകർ മാന്യന്മാരാണ്, ആ സന്ദേശവാഹകർ പുണ്യവാന്മാരാണ്, അങ്ങനെയൊക്കെ സഫറയെ വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഫറ എന്നുള്ളതിൻ്റെ രൂപം എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം കിറാമിനും ബററക്കൊക്കെ. അങ്ങനെ തന്നെ അല്ലേ നോക്കൂ, സഫറത്തിൻ, അപ്പോൾ കിറാമിൻ ബററത്തിൻ ഒക്കെ അവസാനത്തിൽ കസ്ർ തൻവീനാണ്. തുടക്കത്തിൽ അലിഫ്ലാമില്ല സഫറക്ക്, അതേപോലെ കിറാമിനും അലിഫ്ലാമില്ല ബററക്കും അലിഫ്ലാമില്ല. കാരണം ഈ സഫറയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് കിറാമും ബററയും. അതുകൊണ്ട് ഇനി ഈ രണ്ട് ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിഐദി സഫറ കിറാമിൻ ബററ. അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും ആഴത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.